ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു പട്ടു പാവാടയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലൊരു മയിൽപ്പീലി ഡിസൈൻ വരുന്നൊരു ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫാബ്രിക്ക് നമുക്ക് വേണ്ട ലെങ്ത്തിനനുസരിച്ച് ഫസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ലൈനിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 29 ഇഞ്ചിലാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി ഇതിനൊരു ബാൻഡും കൂടി കൊടുക്കുന്നുണ്ട്. ഹുക്ക് വരുന്ന രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ബാൻഡിന് വേണ്ടിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ ലൈനിങ്ങിലേക്ക് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും സെപ്പറേറ്റ് പ്ലീറ്റ്സ് ഇട്ടെടുത്ത ശേഷമാണ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നത്. വേസ്റ്റിൻ്റെ സൈസ് വരുന്നത് 20 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ആ ഒരു 20 ഇഞ്ച് കിട്ടുന്നവരെ നമ്മളിതുപോലെ പ്ലീറ്റ്സ് ഇട്ടെടുക്കണം. അപ്പോൾ ഇത് മെയിൻ ഫാബ്രിക്കാണ് കേട്ടോ. മെയിൻ ഫാബ്രിക്കിൽ 1.5 ഇഞ്ച് വിഡ്ത്തിലാണ് പ്ലീറ്റ്സ് ഇട്ടെടുക്കുന്നത്. അപ്പോൾ 2 മീറ്ററാണ് നമ്മൾ ടോട്ടൽ ഫാബ്രിക് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ 1.5 ഇഞ്ചും ഫസ്റ്റ് തന്നെ മാർക്ക് ചെയ്ത ശേഷം ഇതുപോലെ ഓരോ പ്ലീറ്റ്സിൻ്റെയും ഉള്ളിലായി വരുന്ന രീതിയിൽ നല്ല തിക്കായിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു പാവാട സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. പ്ലീറ്റ്സ് എല്ലാം ഇട്ട് കഴിഞ്ഞ ശേഷം കറക്റ്റ് വേസ്റ്റിൻ്റെ ലെങ്ത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ശേഷം നമ്മൾ വേസ്റ്റ് ബാൻഡാണ് കേട്ടോ പിന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം നമ്മൾ മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണ്. നമുക്ക് കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് കേട്ടോ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റത്തുള്ളൂ. ഹുക്ക് വരുന്ന ഭാഗത്ത് 4 ഇഞ്ചിൽ ചെറിയൊരു ഓപ്പണിങ്ങും കൂടി കൊടുത്തിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി. ഇനി നമുക്ക് സൈഡ് പോർഷൻ ഒന്ന് ക്ലോസ് ചെയ്തും കൂടി എടുക്കണം. അപ്പോൾ ക്ലോസ് ചെയ്ത ശേഷമാണ് നമ്മൾ ബാൻഡ് മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബാൻഡും കൂടി മടക്കി സ്റ്റിച്ച് ചെയ്താൽ ഹുക്കും കൂടി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പാവാടയുടെ ഫൈനൽ ലുക്ക് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലും കൂടിയായിരുന്നു. അപ്പോൾ ഇതിനു വേണ്ടി റെഡ് ടോപ്പാണ് പെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ പാവാടയിൽ കൂടുതലും ഗ്രീൻ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഗ്രീൻ ബ്ലൗസും കൂടി ട്രൈ ചെയ്യാം കേട്ടോ. അത് നെക്സ്റ്റ് വീഡിയോയിലാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം ഫ്രണ്ട്സ്. താങ്ക് യു.